ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. രാവിലത്തെ ഞങ്ങളുടെ ചെറിയ അടുക്കള വിശേഷവും പിന്നെ നമ്മുടെ രാവിലത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കട്ടെ. അടുപ്പൊക്കെ കത്തിച്ച് നമ്മൾ കഞ്ഞിക്കുള്ള കാര്യങ്ങളാണ് കേട്ടോ ആദ്യം നോക്കിയത്. ഇത് ഞങ്ങളുടെ ചിപ്രാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിലേക്ക് മാറിയതിന് ശേഷം പെട്ടെന്ന് ഒരു ദിവസം വന്ന് മുട്ടിരുമ്പോൾ ഞങ്ങളുടെ കൂടെ കൂടിയതാണ് കേട്ടോ. ഭയങ്കര സ്നേഹമാണ് അവന്. പിന്നെ പോയിട്ടേ അല്ലേ ഞങ്ങളുടെ പുതിയ അല്ലറ മെഷീൻ വരാൻ കേട്ടോ. ചെറിയൊരു തൊണ്ടടുപ്പുള്ള കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാകും സൗണ്ടിന്. പിന്നെ നമ്മൾ ഇന്ന് സാമ്പാറാണ് വെക്കുന്നത്. അപ്പം അതിനുള്ള കഷ്ണങ്ങൾ അരിയാണ്. എല്ലാ ദിവസവും ഒഴിച്ചുകൂടാൻ പറ്റാണ്ട് ചിന്തിച്ച് കിടക്കുന്ന ഒരു കാര്യമാണ് നാളെ എന്തിട്ടോ കൂട്ടാൻ വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ എന്താ പറയുക, നമ്മളെ വീട്ടമ്മമാർക്കൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് കേട്ടോ നാളത്തെ കൂട്ടാൻ പണി എന്നുള്ളത്. കുത്തരി ആയതുകൊണ്ട് നമുക്ക് വേഗം ചോറാവും കേട്ടോ. അധികം സമയം എടുക്കില്ല. അപ്പോൾ പാതി വേവായിട്ടുണ്ട്. നമുക്കിനി സാമ്പാറിന് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതേ പരിപ്പ് വേവിക്കാനായിട്ട് കായും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വയ്ക്കാൻ പോവാണ്. അപ്പോഴത്തെ നമുക്ക് ചായക്കുള്ള പണി നോക്കാം കേട്ടോ. ചേട്ടന് എന്താ പറയുക, പാൽ ചായ നിർബന്ധമാണ്. കട്ടൻ ചായ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചായ കുടിച്ചൊന്നും തോന്നില്ല എന്നാൽ പറയുക. പണിക്കൊക്കെ ഇരിക്കുമ്പോൾ ഉറക്കം തൂങ്ങിയിരിക്കും. ഞാൻ അതിൽ തുളസി ഇഞ്ചിയൊക്കെ ഇട്ടിട്ടാട്ടോ പാൽ ചായ ഉണ്ടാക്കുക. കഷ്ണങ്ങളൊക്കെ ആയെന്ന് പറഞ്ഞിട്ട് കുക്കർ വിളിച്ചിറങ്ങിയിട്ടാ. നമുക്ക് ഇഡ്ഡലിക്കുള്ള കാര്യങ്ങൾ നോക്കാം. കുട്ടികൾക്കും ചേട്ടനും ഇഡ്ഡലിയാട്ടോ കൂടുതലിഷ്ടം. കഷ്ണമൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. പുലരാൻ തുടങ്ങുമൊരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാർക്കവേ ഒരു നേരത്ത് തന്നെ ലാലിവോടി വന്നു നെറുകിൽ തലോടി മാഞ്ഞു നെറുകിൽ തലോടി മാഞ്ഞുവോ. വലിയ കുഴപ്പമില്ല അല്ലേ. എനിക്ക് പാട്ട് പാടിയും എന്താ പറയുക, പാട്ട് കേട്ടും ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ അടുക്കളയിലൊക്കെ ഒറ്റയ്ക്ക് പണി ചെയ്യുമ്പോൾ ഞാൻ ചെറിയ സ്പീക്കറിലൊക്കെ പാട്ട് വെച്ചിട്ട് ഇങ്ങനെ കേട്ട് ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ട് പെട്ടെന്ന് തന്നെ ജോലികളും കഴിയും. അതിനിടയിൽ അപ്പൂസൊക്കെ എനിക്ക് വന്നു. രാവിലെ അച്ഛൻ്റെ അടുത്ത് പോയി അറ്റൻഡൻസ് ഇട്ടിട്ട് പിന്നെ അടുക്കള പണി എന്തൊക്കെ ആയിന്ന് അറിയാനാണ് അവൻ വരാം. ഇന്ന് എന്തിട്ടാണ് പാപ്പ ഉണ്ടാക്കണേ, അല്ലെങ്കിൽ രാവിലെ എന്തിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിന് എന്തിട്ടൊക്കെ അറിയുന്നൊക്കെ ചോദിച്ചിട്ടാണ് വരാട്ടോ അവൻ. അതിനിടയിലൊക്കെ ഇപ്പോൾ പൊട്ടിത്തെറിക്കുകയോ എന്ന് ചോദിക്കുന്നുണ്ട്. കടുക് അച്ഛൻ്റെ ഇടയിൽ അപ്പോൾ നമുക്ക് ഇഡ്ഡലി ആയോ നോക്കാം. അടിപൊളി ഇഡ്ഡലി ആയിട്ടുണ്ട് കേട്ടോ. നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഇഡ്ഡലി കേട്ടോ. ഞാൻ പച്ചരിക്ക് പകരം പൊന്നരിയാണ് ഉപയോഗിക്കുന്നത്. പൊന്നരിയും ഉഴുന്നിൽ ഉലുവയിടും. അപ്പോൾ തന്നെ നല്ല സോഫ്റ്റിലും നല്ല ടേസ്റ്റിലും നമുക്ക് ദോശയും ഇഡ്ഡലി ഉണ്ടാക്കാം കേട്ടോ. ആദ്യം ദോശമാവൊക്കെ എളുപ്പത്തിന് പുറത്തുനിന്ന് മേടിച്ച് ദോശ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എനിക്കതുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ഇതുവരെ ശരിയായിട്ടില്ല. പിന്നൊക്കെ വീട്ടിൽ തന്നെ കേട്ടോ മാവ് അരയ്ക്കണേ. എൻ്റെ ഇഡ്ഡലി കാണുമ്പോൾ തന്നെ അറിഞ്ഞോട്ടെ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. അപ്പൂസിന് സാമ്പാറിനേക്കാളും ഇഷ്ടം ചട്നി, എന്താ പറയുക, ചട്നി ഉണ്ടാക്കിയിട്ട് അത് കൂട്ടി കഴിക്കാനാണ് അവന് കൂടുതൽ ഇഷ്ടമുള്ളൂ. അപ്പം എന്തായാലും ഞാൻ ചട്നി ഉണ്ടാക്കും. സാമ്പാറുണ്ടെങ്കിലും ചട്നി ഉണ്ടാക്കും. ചേട്ടൻ ഞാൻ നാളികേരം വെട്ടുമ്പോൾ എപ്പോഴും വന്ന് നോക്കും. കാരണം എന്താ പറയുക, 10 വെട്ട് വെട്ടിയാലേ ഞാൻ നാളികേരം പൊട്ടിക്കുള്ളൂ. നമുക്ക്
അതാണ് നാളികേരമൊക്കെ ചിരവിയിട്ട് ചട്നിക്കുള്ള കാര്യങ്ങൾ നോക്കാം. ഞാൻ ചട്നി ഉണ്ടാക്കുമ്പോൾ അതിലൊരു 4-5 പച്ചമുളക് കൂടുതലിട്ടിട്ട് എന്താ പറയുക പൊട്ടുകടല ഇട്ടിട്ടാണ് ചട്നി അരയ്ക്കാറുണ്ട്. ഇപ്പോൾ പൊട്ടുകടല ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞു. അപ്പോൾ പച്ചമുളക്, ഉള്ളിയും കറിവേപ്പില, ഉപ്പൊക്കെ ഇട്ടിട്ട് ചട്നി അരച്ച് കാച്ചാട്ടാ. അപ്പോൾ ചേട്ടനുള്ള ഇഡ്ഡലിയൊക്കെ ഞാൻ കൊടുത്തപ്പോൾ കുട്ടികൾക്കുള്ളതാണ് എടുക്കണത്. രാവിലെ പോണേറ്റുള്ളിൽ എനിക്കാന്ന് വെച്ചൊരു രാവിലത്തെ ഞാൻ ഫുഡ് കഴിക്കുന്നത് എന്തായാലും ഒരു 10 മണി 11 മണി ആ സമയവും. കാരണം കൂടുതലും എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കും, സമാധാനമായിട്ട് നമുക്ക് ഇരിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് അത്രയും ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഹെൽത്ത് ഇഷ്യൂസ് വന്ന കാരണം കൊണ്ട് എന്നും ഹോസ്പിറ്റൽ കേസാണ്. അപ്പോൾ ചേട്ടൻ പോണേറ്റുള്ളിൽ അവിടെ ഇരുത്തി കഴിക്കുന്നത് കണ്ടിട്ടാണ് പാവം പോകലോട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടാണ്.